ഹലോ ഗായ്സ്, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് വന്നില്ലേ വാള കണ്ട വാളയെന്ന് കടൽ വാള എന്ന് പറയും, പിന്നെ ബോട്ടൽ വാള എന്നാണ് പറയണേ. പിന്നെ പാമ്പാട എന്ന് പേരുണ്ട്, തള എന്ന് പേരുണ്ട്, പിന്നെ ഇംഗ്ലീഷ് റിബൺ ഫിഷ് എന്ന് പറയും. അപ്പോൾ അത് രണ്ടെണ്ണം കിട്ടിയായിരുന്നു. നമ്മുടെ ഒരു കൂട്ടുകാരൻ കൊണ്ടുവന്നതാണ്. അപ്പോൾ അവൻ ബോട്ടിൽ പണിക്ക് പോയപ്പോൾ കൊണ്ടുവന്നതാണ്. അപ്പോൾ അതൊന്നൊരു ഫ്രൈ ആയെന്ന് വിചാരിച്ചു. കൊണ്ടുവന്നപ്പോൾ തന്നെ ഞാനൊന്നും നോക്കിയില്ല, അങ്ങോട്ട് ക്ലീനാക്കി ഫ്രൈ ആയെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ പറഞ്ഞില്ല, ക്ലീൻ ആക്കി എന്ന് പറഞ്ഞില്ല, വേറെ ഒന്നുമില്ല. ഫ്രിഡ്ജിൽ വെച്ചാൽ ടേസ്റ്റ് പോവും. പിന്നെ അത് ഇങ്ങനെ ഫ്രിഡ്ജിൽ ഇരിക്കുന്നതിന് എനിക്കിഷ്ടം. അങ്ങനെ അധികം നല്ല ഞങ്ങളുടെ അടുത്ത് ഹാർബർ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കറിയാം ഐസിലിട്ട് വെക്കണ മീനും അല്ലാതെ നോർമലി അപ്പം തന്നെ അതായത് ബോട്ടിൽ നിന്ന് എടുത്തിട്ട് കഴിക്കണ അതിൻ്റെ ടേസ്റ്റും വേറെ ലെവലായിരിക്കുള്ളൂ. അത് തന്നെ ഫ്രഷ്നെസ് പോണില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കുള്ളൂ. അതുകൊണ്ടാണ് അന്ന് തന്നെ ഞാൻ കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചത്. പിന്നെ ഗ്യാസ് നമ്മളിപ്പോൾ പൊടികൾ ഉദ്ദേശിച്ച് നമ്മളെല്ലാം സാധാ കിട്ടുന്ന പൊടികളുണ്ട്, വേറെ വെറൈറ്റി സ്പെഷ്യലൊന്നുമില്ല. എല്ലാം തന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി അത്രേ ഉള്ളൂ. ഇതെല്ലാം കൂടി ഇട്ട് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് സാധാ നമ്മൾ മീൻ പറ്റുന്ന പോലെ വേറെ ഇന്ന സ്പെഷ്യലായിട്ടൊന്നും ചെയ്യാത്തിട്ടില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ പാമ്പാട മീനില്ലേ സെറ്റായിട്ട് നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ അവൻ ബോട്ടിൽ നിന്ന് വന്നപ്പോൾ കുറച്ച് ബിരിയാണി ഉണ്ടായിരുന്നു, ചെമ്മീൻ ബിരിയാണി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ റൈസ് മാത്രം എടുത്തിട്ട് ഞാൻ അതും റൈസും പിന്നെ പാമ്പാട ചെറിയ പീസും എടുത്തിട്ട് പിന്നെ കുറച്ച് സ്രാഗറി ഉണ്ടായിരുന്നു, അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് കഴിച്ചു കേട്ടോ. അടിപൊളിയായിരുന്നു, ഒന്നും പറയാനില്ല. ബോട്ടിലെ സ്പെഷ്യൽ റൈസ് ആയിരുന്നു, അതുകൊണ്ട് അടിപൊളിയായിരുന്നു.